രണ്ട് വാക്യത്തില് പ്രധാനമായിട്ട് 4 കാര്യം. 1 തിരഞ്ഞെടുത്തു, 2 വർദ്ധിപ്പിച്ചു, 3 പുറപ്പെടുവിച്ചു, 4 ഇവരെ സഹിച്ചു. നിങ്ങളും ഈ ദിവസങ്ങളിൽ എന്നെ സഹിക്കുന്നതിന് വളരെ നന്ദി. എന്റെ വൈഫിനോട് എനിക്ക് ഒരാൾ ചോദിച്ചു, എങ്ങനെ സഹിക്കുന്നത്? ചിലർ അരച്ചു വെച്ചേക്കുന്ന ഭീകര ജീവിയാന്നുള്ള രീതിയിൽ എങ്ങനെ സഹിക്കുന്നു? ദൈവം നമ്മെ സഹിക്കുകയല്ലേ, നമ്മളും സഹിക്കണം. അതെ, മറ്റേ വിശദാംശങ്ങളിലേക്ക് അധികം പോകുന്നില്ല. ശാന്തമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ വളരെ നമ്മൾ ശാന്തമായിട്ടാണ് വരുന്നത് ധ്യാനിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അതോ ഞാൻ ഇളകണോ? അല്ല, ചിലക്ക് അങ്ങനെ ഇളകിയെങ്കിൽ ഒന്ന് ദൈവം തിരഞ്ഞെടുക്കും. പിതാക്കന്മാർ ദൈവം തിരഞ്ഞെടുക്കും. ദൈവം തിരഞ്ഞെടുക്കണം. നമ്മൾ തിരഞ്ഞെടുത്താൽ അതിനകത്തല്ല അപാകത വരും. അതുകൊണ്ടാണല്ലോ വിവാഹബന്ധമൊക്കെ ഇപ്പൊ ഒത്തിരി അറിയാത്തതാണോ അതോ പ്രശ്നമൊന്നല്ല, ഡിവോഴ്സായി. ഈ കുടുംബജീവിതത്തിന് വേദപുസ്തകത്തിലെ പ്രധാന ഓർഡറുണ്ട്. വിവാഹ ശുശ്രൂഷയിലൊക്കെ വായിപ്പിക്കും, പറയുകയും ചെയ്യും. ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് തിരുത്തിക്കോണം, മലയാളമാണേ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. ഇതാ ഓർഡറാണ്. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹം. അത് ദൈവം വെച്ച ഓർഡറാണ്. വിടുക, പറ്റിച്ചേരുക, ഒരു ദേഹം. ഇതിപ്പോ ഈ പ്രശ്നം വരാൻ കാര്യം ആദ്യം ഒരു ദേഹമാകുക. ചിലപ്പോൾ പഠിക്കുകയാണ്, എന്തുവാണോ ഇതിനും വേണ്ട. ആദ്യം ഒരു ദേഹമാകുക, പിന്നെ വിടണോ വിടണ്ടോ പ്രശ്നം. ഈ ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ ആര് തെറ്റിക്കോ അവിടെ എല്ലാം പ്രശ്നമാണ്. സ്തോത്രം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമാകണം, വെളിപ്പെടുമാണ്, കാക്കപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:23 ഓർഡർ കണ്ടോ? ആത്മാവും പ്രാണനും ദേഹവും. ദൈവം വെച്ച ഓർഡർ അതാണ്. ആത്മാവ്, പ്രാണനും, ദേഹം. നമ്മൾ നേരെ തല തിരിച്ച, നമ്മളെങ്ങനെയാ പറഞ്ഞത്? ദേഹം ദേഹി ആത്മാവ് നേരെ തല തിരിഞ്ഞു. കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലത് കണ്ടിട്ടുണ്ടായിരിക്കും. കോച്ചാനൊക്കെ കണ്ടു കാണും. വണ്ടമേടിയാ കോച്ചായ എവിടെയോ ചെന്ന് പ്രസംഗിച്ചിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഉടനെ പുള്ളി കുത്തരിയ ഉണ്ടായിരുന്നു, അത് ചിമ്മാടാക്കി വെച്ച് നേരെ തലയെ കുത്തുന്നത്. തല താഴെ, കാൽ രണ്ടും ഇങ്ങനെ. അന്നേരം എല്ലാവരും ഓടിക്കൂടി. ഇവിടെ ഒരു വലിയ തലയെ കുത്തി. അപ്പൊ എല്ലാവരും ഓടിക്കൂടി. പുള്ളി സുവിശേഷം പറഞ്ഞു. പിന്നെ എഴുന്നേറ്റു. പുള്ളി എഴുന്നേക്കുന്നതിന് മുന്നേ പറഞ്ഞു, ഇങ്ങനെ അല്ലോ നേരെ നിന്നാൽ ആരും അംഗീകരിക്കുകയല്ല. തലയെ കുത്തി നിന്നപ്പം ആള് കൂടി. ദൈവം എല്ലാത്തിനും ഓർഡർ വെച്ചിട്ടുണ്ട്. ആത്മാവ്, പ്രാണൻ, സ്തോത്രം, ദേഹം. ഇവിടെ ആത്മാവും പ്രാണനും ദേഹവും. നമ്മൾ ആദ്യം ദേഹം, ദേഹി, ആത്മാവ്. അതാ എന്നെ കൂടെ പ്രതിയാക്കാം. നമ്മൾ ഈ ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. നമ്മളെല്ലാം തുടങ്ങിയത് ആത്മരക്ഷയിലാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ നമ്മൾ ദേഹരക്ഷയിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. തന്നെ ശോധന ആത്മരക്ഷ തുടങ്ങിയതായിരുന്നു. എവിടെ യോഗം ഉണ്ടെങ്കിലും പോകും, എത്ര നേരം ഉണ്ടെങ്കിലും ഇരിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും, കൈയടിക്കും, നൃത്തം ചെയ്യും, അല്ലെങ്കിൽ അവിടൊക്കെ പറയും.
അന്ന് വണ്ടി വേണ്ട, ഒന്നും വേണ്ട. നാട്ടിലെ രീതി വെച്ചായി പറയുന്നത്. ആത്മരക്ഷയിലാണ് പറഞ്ഞത്. മുടിരാത്രി പ്രാർത്ഥനയിരിക്കും. ഒരു വ്യക്തിയെ നേടാൻ വേണ്ടി എത്ര മൈൽ വേണമെങ്കിൽ യാത്ര ചെയ്യും. സുവിശേഷം പറയും. ആത്മരക്ഷയിലാണ് പറഞ്ഞത്. കുറെ വർഷമൊക്കെ ഇപ്പൊ കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ ദേഹരക്ഷയെല്ലാം ഉണ്ട്. ഉറക്കെ കൈയടിക്കരുത്, ഒത്തിരി ഉറക്കെ ശബ്ദം എടുത്ത് ഉറക്കം അളക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കുറഞ്ഞതൊരു ബിസ്ക്കറ്റ് എങ്കിലും ആ സമയത്ത്. അല്ല, ദേഹരക്ഷയല്ലേ നിർത്തിയേക്കുന്നത്? ഇപ്പൊ മിണ്ടുന്നില്ല, മിണ്ടണ്ട. അത് എന്നെ മിണ്ടാനായി. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഇവിടെ 4 കാര്യമായിട്ട് ഈ 2 വാക്യത്തെ പറഞ്ഞിരിക്കുന്നത്. 1 തെരഞ്ഞെടുത്തു, 2 വർദ്ധിപ്പിച്ചു, 3 പുറപ്പെടുവിച്ചു, 4 വരെ സാധിച്ചു. അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പകലെ ഒന്ന് ചിന്തിച്ചത്. തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുക്കണം. ദൈവം തെരഞ്ഞെടുക്കണം. എന്തിനാ നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നേ? അല്ല, ആരാ തെരഞ്ഞെടുത്തത്? ആര് തെരഞ്ഞെടുത്തു? എന്തിനാ തെരഞ്ഞെടുത്തത്? വിശദീകരിക്കുന്നില്ല, അറിയാമല്ലോ. 1:4 എഫേസ്യർ വായിച്ചു, അറിയാമല്ലോ എല്ലാം. ഞാൻ വായിപ്പിക്കുന്നതേ ഉള്ളൂ. നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അവനാ തെരഞ്ഞെടുത്തത്, നമ്മൾ തെരഞ്ഞെടുത്തതല്ല. അവിടുന്ന് തെരഞ്ഞെടുത്തതാ. എപ്പോഴാ തെരഞ്ഞെടുത്തേ? എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ്. യെശയ്യാപ്രവചനം വായിക്കുന്നത് യുഗാരംഭങ്ങൾക്ക് മുമ്പ്. ചെറിയാച്ചനൊരു പാട്ടിന്റെ വരി ഇതിനെ ആസ്പദമാക്കി എഴുതി, നിങ്ങൾക്കറിയാം. ആദിയുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ, തുടസം ആയതിൻ മുൻപേ ആദിപര പാപികളെ ഓർത്ത നിന്നൻപേ, ആശ്രയമാതാണെനിക്കുള്ള ആശയിൻ കൂമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ. അപ്പൊ യുഗാരംഭത്തിന് മുമ്പ് നമ്മുടെ ദൈവം. അപ്പൊ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. എന്തിനു തെരഞ്ഞെടുത്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് നാം തന്നെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കരുമാകേണ്ടത്. റോമാലേഖനത്തിലും കൊരിന്ത്യലേഖനത്തിലൊക്കെ പഠിക്കുന്നത് ആരെയാ തെരഞ്ഞെടുത്തത്? ബലഹീനരും നികൃഷ്ടരും കുലഹീനരുമായ നമ്മെ. 1:27 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:27 25 വായിച്ചേ. വിളിയെ നോക്കണം. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ ബലവാന്മാര് വേറെയില്ല, കുലീനന്മാര് വേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം. അതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുക്കുന്ന ഭോഷത്വമായതിനെയാണ്. പിന്നെ ബലഹീനമായതിനെ. അപ്പോൾ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലഹീനമായതിനെ. ഇങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. നമ്മള് ബലമുള്ളതിനെയാ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ എല്ലായിടത്തും അറിയത്തില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ പാസ്റ്റർമാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നെന്ന് കേൾക്കുന്നു. എനിക്കറിയത്തില്ല ആരാ ചെയ്യുന്നത്. ഇന്റർവ്യൂ ആണ്. അത് നിങ്ങൾ പോയി കുത്തിയിരിക്കുക. വേറൊരാള് പറഞ്ഞാ
പ്രസംഗിക്കണം. 4 പേരെ ഉണ്ട്, 4 പേര് 4 ആഴ്ച വന്ന് പ്രസംഗിക്കണം. അപ്പൊ അവര് മാർക്കിടും. മനസ്സിലാകാതെ അവിടെ പൊട്ടം കളിപ്പിക്കുക. അങ്ങനെ നടക്കും, അങ്ങനെ നടക്കൂ. ഇനി അങ്ങനെ നടക്കാൻ. അപ്പൊ അവര് തീരുമാനിക്കും ഇതില് നല്ല പ്രസംഗം ആരുടെ, കുറച്ചുകൂടെ നന്നായിട്ട് ലാംഗ്വേജ് അതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഇവരുടെ എന്നെ വിളിച്ച കൂട്ട് പറഞ്ഞ എന്നെ വിളിച്ച എന്നെ എടുക്കാൻ മലയാളം തന്നെ ജോബിന് അറിയാമേല. പ്രയോഗങ്ങളൊക്കെ എന്തുവാ അതിന് പറഞ്ഞ പ്രൊനൗൺസിയേഷനാണ്. ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ? ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഉച്ചാരണമൊക്കെ നന്നായിരിക്കണം. അങ്ങനെ പിന്നെ നോക്കും ആള് കാഴ്ചക്ക് എങ്ങനെ ദൈവമൊക്കെ കെട്ടിയ ഒരു എടുപ്പുണ്ടോ. പിന്നെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണോ ഈ പറഞ്ഞത്? നിങ്ങളിപ്പൊ മുട്ടയിൽ നിന്ന് വിരിഞ്ഞത് പോലെ ഇരിക്കുന്നു, ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാ, എന്നാൽ ദൈവം അങ്ങനല്ല. നല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭോഷത്വമായത്, പിന്നെ ബലഹീനമായത്. താഴോട്ട് അടുത്ത വാക്യം കൊണ്ട് വായിച്ചോ സിസ്റ്ററെ. കുലഹീനമായത്. അപ്പം ബലഹീനമായത്, കുലഹീനമായത്, ഭോഷത്വമായത്, പിന്നെ നികൃഷ്ടമായത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോക്കിയേ. ഈ ചിലരുടെ നോട്ടോ ഇരിപ്പും കണ്ടാൽ അവര് ചിന്തിക്കുന്നത് എന്നെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ സ്തംഭനം ഉണ്ടായേനും, സ്വർഗത്തിൽ വലിയ പ്രശ്നം ഉണ്ടായേനും. എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ആ സ്വർഗം ഇപ്പം വലിയ കുഴപ്പമില്ലാതെ, അല്ല ഇരിപ്പ് കാണുമ്പോൾ അങ്ങനെ തോന്നുക. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ. ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. അപ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭോഷത്വമായത്, ബലഹീനമായത്, പിന്നെ കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്. ഈ വിധത്തിലുള്ള ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുക്കുമോ? ദൈവം നമ്മെ തെരഞ്ഞെടുത്തല്ലോ. അല്ല, ഞാൻ ഇത് പ്രസംഗിക്കുമ്പോ എന്റെ അനുഭവത്തിൽ നിന്നാ പറയാൻ കേട്ടോ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. നികൃഷ്ടമായത്, കുലഹീനമായത്, ബലഹീനമായത്, മോക്ഷത്വം, വിവരമൊന്നുമില്ലെന്ന്. സ്തോത്രം. വിവരമില്ല. നിങ്ങൾക്കും അറിയാം, പലർക്കും അറിയാമല്ലോ. അങ്ങനെ പലരും പറയുന്നുണ്ട്, ഓ എനിക്ക് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഇല്ല. അല്ല, അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്.
Amen. Hallelujah. Glory to God. ഒരിക്കല് ബഹ്റിന് വന്നപ്പോഴ്, ആദ്യമായിട്ട് ബഹ്റിന് വന്നപ്പോഴ് വിവരമില്ലെന്ന് പറയാൻ ഒരു കാര്യം പറയുക. വിമാനത്തിൽ കയറി ബഹ്റിന് ഇറങ്ങി. അപ്പം നമ്മുടെ അലക്സ് ബ്രദർ ഉണ്ടല്ലോ, ദൈവം ചോണച്ചാൻ്റെ മോന്, ഇപ്പം ഡാളസിലുണ്ട്. അലക്സ് ബ്രദറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സജി, കല്ലിശ്ശേരിയിലെ സന്തോഷം, ഇവരെല്ലാം വെളിയിൽ നിൽക്കുക, എന്നെ സ്വീകരിക്കാൻ വണ്ടിയായിട്ട് വന്ന് നിൽക്കുക. നാട്ടിൽ നിന്ന് കയറിയെന്ന് വിളിച്ച് പറഞ്ഞു. ഇവിടെ വന്ന് നിൽക്കിയപ്പോൾ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലല്ലോ, വിവരമില്ലല്ലോ. അപ്പോൾ അടുത്തിരുന്ന ഒരാളോട് പറഞ്ഞു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവിടെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞു. വിമാനം തന്നെ അയാൾ വായു എടുത്തുകൊണ്ട് പോയി. ഞാൻ ആകെ പ്രയാസപ്പെട്ടെങ്കിലും കൊണ്ട് ചെന്നു. ഒരറബി ഇമിഗ്രേഷൻ നിൽക്കുന്ന ആൾ ഏതാണ്ട് ചോദിച്ചപ്പോൾ മലയാളം തന്നെ ചോദിച്ചറിയാൻ മേല. അയാൾ ചോദിച്ചാൽ ഏതാണ്ടെല്ലാം ചോദിച്ചു. നിന്ന് കറങ്ങുക. എന്തുവാണോ ചോദിച്ചെന്ന് എനിക്കിപ്പോഴും അറിയാൻ മേല. അത് ഞാനിങ്ങനെ അങ്ങ് നിൽക്കുക, എന്തോ ചെയ്യാൻ. അയാൾ പാസ്പോർട്ട് അയാളെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു അറബി കടാമുട്ടം പോലൊരുത്തം വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചു വെച്ച് ഒരു മുറി കൊണ്ടിട്ട് എൻ്റെ കട അടച്ച് അയാൾ പോയി. എന്തിനാ കിട്ടുന്നോ, എന്തിനാ എന്നെ വിഷയം എന്നെ ചോദിക്കാനാ, ആരോട് ചോദിക്കാനാ? അയാൾ ഇട്ടച്ച് അയാളൊന്ന് പോവുകയും ചെയ്തു. ആ മുറിക്കകത്ത് ആരണ്ട വിളിച്ചത്. ഞാൻ നോക്കിയപ്പോൾ 5-6 കിടപ്പുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരുവത്തി വന്നതായിരിക്കും. പച്ച തുണിയിട്ട് പൊളച്ച് കിടക്കുന്നത്. ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എവിടുന്ന് വന്നതാണ്, ഇവൻ ഏതാണെന്ന് ആർക്കറിയാം? ഞാൻ ആ ഒരു സെറ്റ് പോലെ കിടന്ന് അതിൽ കുത്തിയിരിക്കുക. അയ്യോ, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുമല്ല, അറിയത്തില്ലല്ലോ. ഇറങ്ങിപ്പോയ അവന്മാരെങ്ങാനും പിടിച്ച് അയ്യോ വിഷമിച്ച് അവതരുന്നു. എന്തോ ചെയ്യാൻ? വിവരമില്ലെന്ന് പറയാൻ വിവരം ഉണ്ടായിരുന്ന ചോദിക്കുകയല്ലായിരുന്നു. ഇവരോട് ഇതാറെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നെ വിഷയം എന്നാന്ന് ചോദിക്കുകയല്ലേ. വിവരമില്ലെന്ന് പറയാൻ തെളിയിച്ചതാണ്. രാത്രി മുഴുവൻ അവിടെ ഇരിക്കുക. അയ്യോ, മറ്റോമാരെല്ലാം നല്ല ഉറക്കും. എനിക്ക് ദാഹിക്കുന്നു, ബാത്റൂമിൽ എന്ന് പോകണം, ആരോട് പറയാനോ എന്തോ ചെയ്യാനോ. അന്യനാട് ആദ്യമായിട്ട് ചെന്നതാണ്. ഏതായാലും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവരും വെളിയിൽ നിൽക്കുന്നു. ഈ ഫോണും ഒന്നുമില്ലല്ലോ. നന്നായിട്ട് വിഷമിച്ചു. ഒരു രാത്രി ഒരു 2:30 ഒക്കെ ആയി കാണും, 2:30-3 കാണും. വേറൊരാളിങ്ങോട്ട് കയറി വന്നു. കഥക് ആരണ്ട വിളിച്ചോ, പുള്ളി കഥക് ഇങ്ങോട്ട് തുറത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഉറങ്ങാറ് സ്വത്രം പറഞ്ഞിരിക്കുക. എന്തോ ചെയ്യാൻ എന്നാന്ന് എനിക്കും അറിയാൻ പറ്റില്ല. രാത്രി 10:30 വിളിച്ചിരുത്തിയതാണ്. പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് അടുത്തോട്ട് വന്നേച്ച് പറഞ്ഞു, എന്നോട് ചോദിക്കാം മലയാളിയാണോ? മലയാളത്തിൽ നല്ല ജീവനുണ്ട്, തലകൊല്ലാൻ അതിനും പറഞ്ഞേച്ചിയാകാം. ഞാൻ എടുത്തിട്ട് എന്റെ പൊന്നു സാറേ മലയാളിയാണ്. ഇപ്പൊ ചിരി വരണം, മനോവേദനയാണ് കേട്ടോ. അപ്പൊ പുള്ളി ചോദിച്ചു എന്നെ ഇവിടെ. ഞാൻ പറഞ്ഞു അതാ ഞാനും ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. എന്നതാന്ന് എനിക്ക് പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ, പാലക്കാട്ടുകാരനാണ്, നല്ല മനുഷ്യൻ. പുള്ളി എൻ്റെ തോളെ തട്ടി വെച്ച് പറഞ്ഞ് പ്രയാസപ്പെടേണ്ട. ആദ്യം പുള്ളി പറഞ്ഞു ബാത്റൂമിൽ വല്ലതും പോകണം. ഞാൻ പറഞ്ഞു പോകണം. അപ്പൊ പിന്നീട് മനസ്സിലായി അദ്ദേഹം അതിനകത്തൊരു പോലീസുകാരനാണ്, മലയാളി ആയതുകൊണ്ട് മറ്റേ പുള്ളി അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ബാത്റൂമിൽ കൊണ്ടുപോയി വെള്ളം വേണത് വെള്ളം തന്നു. അപ്പൊ ചോദിച്ചാൽ എന്താ ഇവിടെ പരിചയമുള്ള ആയിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ കൊണ്ട് വെളിയിൽ നിൽപ്പോണ്ട ആൾക്കാർ ഒരാളുടെ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഫോണിൽ തന്നെ വെളിയിലോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരും വിഷമിച്ചു. അവൻ പറഞ്ഞു ഇന്നയാൾ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ആളാണോ? അയ്യോ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞ അവർ വെളിയിലുണ്ട്, പ്രയാസപ്പെടേണ്ട. അപ്പം ഫോൺ എന്തെങ്കിലും കാണും. അപ്പം അലച്ചാനും സന്തോഷമൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടേണ്ട, ചിലപ്പോൾ നാട്ടിലോട്ട് രാവിലെ കയറ്റി വിടും, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. പ്രയാസപ്പെടുകയൊന്നും വേണ്ട, നാട്ടിലോട്ട് വിടുക. അടുത്ത ആഴ്ച ഞങ്ങൾ വേറെ ക്രമീകരണം ചെയ്യാം. ഒന്നും പ്രയാസപ്പെട്ടത്, ഞങ്ങൾ വെളിയിലുണ്ട്, അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല. പിന്നെ അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു വിടിയിരിക്കണം, ഞാൻ ഇനി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം കൂടെ ഒരു 3-4 പ്രാവശ്യം വന്നു. നല്ല മനുഷ്യൻ. രാവിലെ ഒരു 10 മണിയായപ്പം 9:30 ആയപ്പോൾ അദ്ദേഹം വന്ന് എന്നെ മേളിൽ കൊണ്ടുപോയി കാപ്പിയൊക്കെ മേടിച്ചു തന്നു. മുഖമൊക്കെ കഴുകി. നല്ല മനുഷ്യൻ. പിന്നെ ഒരു 10:45 പുള്ളിയും വേറൊരു അറബിയും കൂടെ വന്ന് ചെന്നൈ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി വിസ അടിച്ച് ചെന്നൈ അവിടെ വെളിയിൽ ഇറക്കി. അപ്പൊ എന്നാ സംഭവിച്ചതൊന്നും ഇപ്പോഴും എനിക്കറിയാൻ മേല. അപ്പൊ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടായിരുന്നു ചോദിച്ച് മനസ്സിലാക്കിയല്ലേ. അപ്പം
യാതൊരു ഗുണഗണങ്ങളുമില്ലാത്ത എന്നെയും ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാന്. സ്തോത്രം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ. ദൈവം തെരഞ്ഞെടുത്താൽ അതിന് പിന്നെ അപാകതയൊന്നും വരികയില്ല. ഈ ദൈവം എപ്പോഴും തെരഞ്ഞെടുക്കുന്നത് നിസാര വസ്തുക്കളാണ്. അതെ, കഴുതയുടെ ഒരു താടിയല്ലേ? സ്തോത്രം. അത് ഒരു പ്രയോഗമുണ്ട്, സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായ ഒരു ശിംശോനായിരം ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ? മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. ദൈവത്തിന്റെ കരം വന്നാൽ ഒന്ന് മോശമാകുക. കാശിന് കൊള്ളാതുള്ള കരത്തിന്റെ ആടിൽ കരം കഴുത. പരിസരമെല്ലാം കൂടെ വന്ന് വട്ടം വിട്ടപ്പോൾ ശിംശോന്റെ കയ്യിൽ ആയുധമില്ല. വട്ടം നോക്കിയപ്പോൾ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലേ. എന്റെ ഭാഷ പറഞ്ഞ് ചേടി എടുത്തപ്പോ ഇതിൽ അഭിഷേകം വ്യാപരിച്ചത്. കഴുതയുടെ താലിൽ അടിച്ച് നേരത്തി കുന്നൊന്ന് കുന്ന് രണ്ട്. പണ്ടൊരാൾ പറഞ്ഞു കുന്നേ കയറി അടിച്ചത്. കുന്നേ കയറി അടിച്ചതല്ല, അടിച്ചു കൂണിനാക്കിയത്. നിസ്സാര വസ്തുവിനെ കൊണ്ട്. മോശയുടെ കയ്യിലൊരു വടി നീട്ടി ചെക്കടലങ്ങ് പകർത്തു. ദൈവം നമ്മളറിഞ്ഞ പറയും കളവനെ ഉണക്കക്കമ്പുമായിട്ട് നിൽക്കുക, വടി മേടിച്ച് അയാളുടെ തലയടിച്ച് പൊട്ടിക്കാൻ പറയും. യശയ്യാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് മോശ വടിയെടുത്ത് നീട്ടിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള പുഞ്ചം ചെങ്കടലിനെ രണ്ടാക്കും. മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി. വിക്കലായിരുന്നു. അത് ജനിച്ചപ്പോഴൊന്നുമില്ല കേട്ടോ, ജനിച്ചപ്പോഴില്ല. ജനിച്ചപ്പം വിക്കോ ഒന്നും ഇല്ലായിരുന്നു. കാരണം മോശയെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലും പ്രവർത്തിക്കലും സമർത്ഥനായെന്നാണ് എഴുതിയേക്കുന്നത്. 40 വർഷമേ മിസ്രയീമിലല്ലേ വളർന്നത്. ഫറവോന്റെ പുത്രിയുടെ മകനായിട്ടാണല്ലോ വളരുന്നത്. അപ്പം മിസ്രയീമിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചു. അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാലയല്ല ഈജിപ്തില്ല, മിസ്രയീമില്ല. അവിടുത്തെ എന്റെ ഭാഷ പറഞ്ഞ ബിരുദാനന്തര ബിരുദം എടുത്തയാളാ. വാക്കിലും പ്രവർത്തിയിലും സമർത്ഥനായെന്ന. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വിക്കനാണ്. അപ്പം എപ്പോഴാ പിന്നെ വിക്കുണ്ടായപ്പോ ഒരാൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് അത് ആകാനാ സാധ്യത. അതെ, നമ്മളെ ചിലരെ പറ്റി പറയല്ലോ, സോണി ബ്രദറെ കല്യാണം കഴിക്കുന്നതിന് പിന്നെ എല്ലാവരോടും വർത്താനം പറയും. ഇപ്പൊ പിന്നെ അങ്ങനെ ആരോടും വിളിക്കും വിക്കായി. മോശയ്ക്കും അങ്ങനെ ആകാൻ സാധ്യത. കാരണം ഈ മിസ്രയീമിനെ അടിച്ചു കൊന്നേച്ച് പിന്നെ അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടി മിദ്യാനിൽ ചെന്നു. മരണവീതിക്ക് ഓടിയതാണ്. മിദ്യാനിൽ ചെന്ന് സിപ്പോറയെ വിവാഹം കഴിച്ചു. മിദ്യാനിലെ പുരോഹിതനാകുന്ന ഇത്രോവിന്റെ പുത്രിയെ കല്യാണം കഴിച്ചു. അപ്പം എന്റെ ഭാഷ പറഞ്ഞ ദത്താണ്. ദത്ത്. മോശയ്ക്ക് അളിയനും ഒക്കെ ഉണ്ട്, അമ്മായിയപ്പനും അളിയന്മാരും ഉണ്ട്. ഈ പുള്ളി ഏത് കേസും എടുക്കുന്ന ആളാ. ആരാ? മോശ. അപ്പം അവിടെ അമ്മായിയപ്പന്റെ വീട്ടിലല്ലേ നിൽക്കുന്നേ, പുള്ളിയല്ലേ അവിടുത്തെ മെയിൻ ആള്. അപ്പൊ പുള്ളി എന്തെങ്കിലും വിഷയം വരുമ്പം അപ്പച്ചാങ്ങൻ പറഞ്ഞാൽ നീ മിണ്ടണ്ട, ഇവിടുത്തെ കാര്യം. ദത്ത് നിന്ന് അങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാകും. എല്ലാവർക്കും അല്ലെങ്കിലും സിംഹഭാഗം. പിന്നെ എന്തെങ്കിലും വിഷയം വരുമ്പോ അപ്പച്ച അച്ചായാന്ന് വിളിക്കാൻ
അളിയാന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ അങ്ങനെ അയപ്പിക്കായെന്ന് ഏതാണ്ട് ശരിയാകാനാ സാധ്യത. നിങ്ങൾ ചെല്ലു പറയാം പാസ്റ്റർ എന്നെ ഉന്നം വെച്ചാ പറയുന്നത് കേട്ടോ. അല്ലല്ല, അങ്ങനൊന്നും അല്ല. എന്തായാലും അങ്ങനെ വിൽക്കനായി. പക്ഷെ ആ മോശയുടെ നാവിലെ ദൈവം പ്രവൃത്തിക്ഷമമാണ്. മോശകിന്നാവിനെ നീ പ്രവൃത്തിക്ഷമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. അയ്യോ, ഉരിയാടെ കഴുത നല്ല സ്ഫുടമായിട്ടില്ല. നീ എന്നെ 3 വട്ടം അടിപ്പം ഞാൻ എന്നാ ചെയ്തു? എന്ത് ക്ലിയർ ആയിട്ടാ പറഞ്ഞത്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ. കഴുതയെ കൊണ്ട് സംസാരിച്ചു. മിക്കനെ നന്നായിട്ട് സംസാരിക്കാൻ പ്രാപ്തനാക്കി തീർത്തു. സ്തോത്രം. ഉണക്കക്കമ്പ് നീട്ടിയപ്പോൾ അത്ഭുതം ചെയ്തു. കഴുതയുടെ പച്ചത്താടി. ഇതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിക്കൽ. സ്തോത്രം. അതുകൊണ്ട് കഴിവില്ല, ജ്ഞാനമില്ല, അറിവില്ലെന്നോർത്ത് നിരാശപ്പെടുകയൊന്നും വേണ്ട. നീ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ മതി. ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഞാനൊരിക്കലെ വേദവികാരത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചൊല്ലി ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പം സന്ദർഭം വന്നപ്പോൾ ചൊല്ലി അത് വ്യാഖ്യാനിച്ചു. അന്നേരം ആ യോഗത്തിന് എല്ലാ ഉന്നതന്മാരാണ്. അപ്പൊ ഒരു മാന്യ സഹോദരി യോഗം കഴിഞ്ഞപ്പം എന്നോടൊക്കെ വന്നിട്ട് പറഞ്ഞു, പിന്നെ മലയാളമായിരുന്നു ഐച്ഛിക വിഷയം എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചതാ. എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. ഞാൻ ചോദിച്ചു, അമ്മാമ എന്നെ ചോദിച്ചില്ല. അത് തന്നെ പിടികിട്ടുന്നില്ല. അല്ല, കോളേജിൽ MA ആയിരുന്നോ? മിക്കവാറും വണ്ടിയെ പോകുമ്പോൾ ആ കോളേജ് അത് കണ്ടിട്ടുണ്ട്, പോയിട്ടൊന്നുമില്ല. പുള്ളിക്കാരി എന്ത് ചെയ്തിട്ട് സമ്മതിക്കുകയല്ല. കള്ളം പുള്ളിക്കാരി പറഞ്ഞു, പാഷന്മാരിങ്ങനെ കള്ളം പറയരുത്. ദൈവത്തിന് മകത്വം. ആ കൂടെ അറിയാവുന്ന ഒരു കാര്യമാണ് ചൊല്ലിയത്. തല ഓർത്തത് മുഴുവൻ പഠിച്ചു വെച്ചേക്കാം. ബലഹീനവും ഭോഷത്വവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ ആ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം. മിടുക്കന്മാരും ജ്ഞാനികളും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും ഒക്കെ നിൽക്കുക ചെയ്ത ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഒരിക്കല് ദൈവം തമ്പുരാൻ ശാമുവേലിനോട് പറഞ്ഞു, നീ തൈലം നിറയ്ക്കണം, എന്നിട്ട് ഇശായിയുടെ വീട്ടിലോട്ട് പോകണം. എന്തിനാ? അവന്റെ ഒരു ചെറുക്കനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോകും, തെരഞ്ഞെടുത്തിട്ടുണ്ട്, രാജാവാക്കാൻ പോവുക. ശൗമേല് പറഞ്ഞു, എന്റെ പൊന്നച്ചോ, എന്നെ ഒക്കെ ശൗലങ്ങാന്ന് പറഞ്ഞ എന്റെ പെടല് കാണുക. അയാളാന്ന് സോട്ടും കൂട്ടും എല്ലായിട്ട് ഇങ്ങനെ രാജാവാന്നും പറഞ്ഞ് ഇരിക്കുക. ഭൂതമാകുന്നാലും ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നൊരയും പതയും ചാടും ദുരാത്മാവ് വരുമ്പോഴേ. അന്നേരം ദാവീദ് കിന്നര ഒന്ന് വായിക്കും. അന്നേരം തിരുമേനിക്ക് അല്പം പറ ആശ്വാസം. അങ്ങനെ ഒരല്പം, അതായത് ചില പറഞ്ഞത് ഇന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം ഉണ്ട്. ആയിക്കോട്ടെ, അതിന്റെ ഒരു ചെറിയ പകഭേദം, ഒരല്പം ആശ്വാസം. ദുരാത്മബാധിതനാണ്. തന്നെ ദുരാത്മബാധിതനായതുകൊണ്ട് ഇയാൾ എന്തുവാ ചെയ്യുന്ന ആർക്കും പറയാനൊക്കത്തില്ല. അയാൾക്ക് ഉപദേശം ചെയ്താ, വിശ്വാസി ചെയ്താ, സെൻട്രൽ പാസ് ചെയ്താ, ലോക്കൽ പാസ് ചെയ്താ, ഓവർസീ ചെയ്താ, വെളിവുള്ളവനല്ല. അയാളുടെ കയ്യിൽ എപ്പോഴും കുന്തവലിക്കുക, കുത്തി മലത്തും. ചൗമേല് മനുഷ്യനല്ലേ, ചൗമേല് പേടിച്ചു. ഞാൻ തൈലൊക്കെ തൈലം നിറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാളെന്റെ പെടലി കണ്ടിക്കും. അപ്പൊ ഈ പോക്ക് വഴി. അപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, രാജാവായിട്ട് അഭിഷേകം ചെയ്യാനാന്ന് പറഞ്ഞ് പോകണ്ട, ഒരു യോഗം നടത്താനാന്ന് പറഞ്ഞില്ല. ഒരു പരിഹാരം, ഇഷായുടെ വീട്ടിൽ ഒരു യോഗം വെക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശമുവേല് തൈലക്കൊമ്പ് തൈലം നിറച്ച് ഇഷായിയുടെ വീട്ടിൽ വന്ന് ഇഷായിയോട് വിളിച്ചു, ഇഷായെ നിന്റെ പിള്ളേരെ എല്ലാം വരുത്തി യാഗം നടത്താൻ പോവാ. അപ്പൊ ഇഷായി പിള്ളേരെ എല്ലാം എന്നെ വരുത്തി. 5-6 ആദ്യം 6-7 ഉണ്ട്. എല്ലാം നല്ല കലാപുലി പോലുള്ള മിലിറ്ററിയിലും ഒക്കെ ഉള്ളതാ. ഷമ്മ, ഏലിയാബ്, ഷിമൈ, മിടുക്കന്മാരാ. എല്ലാം ശൗലിന്റെ പട്ടാളത്തിലുമാണ്. അപ്പം പിള്ളേരെ ഇഷായി വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഷമ്മ വന്നു.
പുള്ളി മിലിറ്ററി ആയതുകൊണ്ട് ചുവടയിലാണ് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അടിച്ചാ വരുന്നത്. അപ്പം തൈലക്കൊമ്പിലെ തൈലം ഒഴിക്കാൻ നേരം തമ്പുരാൻ പറഞ്ഞു, മുഖവും പൊക്കവും മണ്ണും ഒന്നും നോക്കരുത്. മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, നീ നോക്കരുത്. സ്തോത്രം. പിള്ളേരെല്ലാം വരുത്തി ദൈവം തമ്പുരാൻ പറഞ്ഞു തരുമൊന്നും ഞാൻ കണ്ടിട്ടില്ല, തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പോഴാണ് ശൗമാരി ചോദിച്ചത്, ഇശായി അതിന്റെ പിള്ളേരെല്ലാരും ആയോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എല്ലാരും ആയ ഒരുത്തനുണ്ട്. ഓ, അവനെ ആടിന്റെയൊക്കെ മണമാണ്, മുഷയുടെ മണം. ആരാ? ഓ, പയ്യനാ ദാവീദ്, ഡേവിഡ്. എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആ, കാട്ടിലെങ്ങാനും കാണും, ചിലപ്പോൾ സന്ധ്യക്ക് വരുമായിരിക്കും. വന്നാലും ഞങ്ങൾ വലിയ അടുപ്പിക്കത്തില്ല, മണം വേറെയാണ്. ആടുമായിട്ടുള്ള അപ്പം ശൗമയില് പറഞ്ഞു, അവൻ വന്നല്ലാതെ ഞാൻ ഇരിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ ആള് വിട്ടു ദാവീദിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ വരാൻ പറഞ്ഞു. എന്നെ അവിടെ യോഗം നടക്കുക എന്ന് നടന്നുകൊണ്ടിരിക്കുക. ഇന്നോ? ഞാൻ അവിടുന്ന് രാവിലെ പോന്നിട്ട് എന്നോട് പറഞ്ഞില്ലായിരുന്നു യോഗത്തിന്റെ കാര്യം വന്ന്. ആ, നിന്നെ വിളിക്കാത്ത യോഗ, പക്ഷെ വന്ന ഉപദേശിച്ച് പറഞ്ഞ് നീ വരാതെ പുള്ളി ബന്ധിക്കിരിക്കുകയായിരുന്നു. അപ്പൊ ദാവീദിന്റെ ഹൃദയത്തിൽ ചിന്ത കാണും, എടാ എല്ലാരും ഒന്നും കുഴപ്പടിയല്ലോ, ഒരുത്തനെങ്കിലും ഗുണമുള്ളൊരു ഉപദേശി ഉണ്ടല്ലോ. വന്നവനൊന്നും എന്നെ മൈൻഡ് ചെയ്യാതാ പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം വന്ന പുള്ളി ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഒരു ശേഷിപ്പ് എല്ലായിടത്തും. ചിലര് പറയാറുണ്ട് അമേരിക്കയിലെല്ലാം മഹാഭാവികളാണ്. ഇവിടുത്തെ ഒന്നും വിളിച്ച് പറയരുത്. ഇവിടെ നന്നായിട്ട് ജീവിക്കുന്നത് യുവാക്കളും മാന്യമായിട്ടും യോഗ്യമായിട്ടും വിശ്വസ്തരായിട്ടും വിശുദ്ധരായിട്ടും വളരെ മാന്യമായി ജീവിക്കുന്ന ദൈവം അതെല്ലായിടത്തും ഉണ്ടല്ലോ. അമ്മ പറഞ്ഞ പോലെ കേരളത്തിൽ ഭാവിയില്ലേ? ഇപ്പൊ ന്യൂസ് കണ്ടേച്ച് വരിക, എന്തെല്ലാം കണ്ടേച്ചിപ്പം വരിക, തള്ളയുടെ കടുത്ത് പിടിച്ച് ഞെക്കി കൊല്ലാൻ അന്വേഷിക്കാൻ കഴിയില്ല. ഇവിടെ പിന്നെ അങ്ങനെയല്ല, നേഴ്സിംഗ് ഹോമിൽ കൊണ്ടിടുന്നുണ്ടല്ലോ, ഞെക്കുന്നില്ലല്ലോ. ഞെക്കുന്നതെല്ലാം കേരളത്തിലാണ്. നമ്മൾ ചോദിച്ചാൽ നമ്മൾ കണ്ടതല്ലേ ന്യൂസ്. ഇവിടെ പോക്കുകയാണെങ്കിൽ നേഴ്സിംഗ് ഹോമിലോട്ട് ആ ഞെക്കി വിട്ടാൽ നീ വിവരം പറയും. അപ്പൊ ഇപ്പൊ ഇതിലും കുഴപ്പടിയായിട്ട് അവിടെ വന്നേക്കുക. എല്ലായിടത്തും ഉണ്ട് പ്രശ്നക്കാരും, എല്ലായിടത്തും ഉണ്ട് നല്ലവരും ഉണ്ട്. ദൈവത്തിന് മഹത്വം എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ ദാവീദിന് മനസ്സിലായിട്ടാ ഒരുത്തിനെങ്കിലും ഉണ്ടല്ലോ ഗുണമുള്ള. ദാവീദ് പറഞ്ഞു വരുവാ. അപ്പം പെട്ടെന്ന് വന്നു. എന്റെ ഭാഷ പറഞ്ഞ ദാവീദ് കിന്നരമൊക്കെ എടുത്തൊന്ന് വായിച്ച് ആടിനെ എല്ലാം നല്ല ഇടയന്റെ കയ്യിലോട്ട് കൊടുത്ത് കാട്ടിൽ നിന്നോട്ട് വരിക. പുൽപ്പുറത്തിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്തന്നല്ലേ പുസ്തകത്തിൽ വായിക്കും. അങ്ങനെ പുൽപ്പുറത്തിൽ നിന്ന് തെരഞ്ഞെടുത്തന്ന പാട്ടുമൊക്കെ പാടിയാ വരുന്നേ വീട്ടിലോട്ട്. ഇവിടെ യോഗം തീരാറായി. അപ്പൊ ചെല്ലുവയ്ക്ക് ഏത് പാട്ടാ പാടിയത്? ഏത് പാട്ടാന്ന് ചോദിച്ചാ ഈ പാട്ടുണ്ടായിരുന്നെങ്കിൽ മിക്കവാറും അത് പാടാനാ സാധ്യത. അതിതാ, യാഗ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോഗത്തിന് എന്നെ വിളിച്ചില്ലെങ്കിലും ഇല്ലെനിക്കു അതാ പാട്ട്. പൂര്യനാദത്തില് കിന്നരമൊക്കെ. അപ്പൊ ഇവന് കിന്നരമായി നിപുണന. കിന്നരമെല്ലാം വായിച്ച് പാട്ടുമൊക്കെ എന്റെ ഭാഷ ആ പാട്ടുമൊക്കെ പാടി ഇങ്ങോട്ട് വന്നപ്പം ഈ ശമുവേലിന്റെ കയ്യിൽ തൈലക്കൊമ്പ് മറക്കാൻ തുടങ്ങി. തൈലക്കൊമ്പ് മറക്കാൻ തുടങ്ങി. ശമുവേലിനോട് ദൈവം പറഞ്ഞു, വണ്ണം നോക്കരുത്, പൊണ്ണം നോക്കരുത്, മുഖം നോക്കരുത്, പൊക്കം നോക്കരുത്, പൊസിഷൻ നോക്കരുത്. അണ്ട് ആ പാട്ട് പാടി തൂര്യനാടത്തിൽ കിന്നരം വായിച്ചു വരുന്ന അവന്റെ തലയിൽ വേണം ഇത് കൊണ്ടൊഴിക്കാൻ. സഹോദരന്മാര് നോക്കി നിൽക്കുമ്പോഴാണ് അവനെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ. മിലിറ്ററിക്കാരെല്ലാം നിൽക്കുക. മിലിറ്ററിക്കാര് മൊത്തം 7 അടി പൊക്കോ, അതിന്റെ നെഞ്ചു വിരിവും ഇത്ര ഇഞ്ചും. കുറ്റമെന്നല്ല, ദൈവം കണ്ടില്ല. ദാവീദിനെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ. അപ്പൊ ഇവിടെ ആ പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ദൈവം തെരഞ്ഞെടുത്തു പിതാക്കന്മാരെ. അതിന് പ്രധാനപ്പെട്ടതാണ് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. ഏകനായിട്ട് അവനെ വിളിച്ചെന്നാ
നമ്മൾ രാവിലെ വായിച്ചല്ലോ യെശയ്യാ പ്രവചനം 51:2 വായിച്ചേ, ഒന്നുകൂടെ വായിച്ചു. യെശയ്യാവ് 51:2 പെട്ടെന്ന്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. ദൈവം ഏകനായിട്ടാണ് തെരഞ്ഞെടുത്തത്, വിളിച്ചത്. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു ഏകനായിട്ട്. അതങ്ങനെ പറയാൻ കഴിഞ്ഞു. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്, മഹാകുടുംബമാണ്. നമ്മളൊക്കെ ചില ആൾക്കാർ കുടുംബം ചരിത്രം എടുക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇന്ന മഹാകുടുംബത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കും, ഇല്ലേ? നാട്ടിൽ പോകുമ്പോൾ ഒന്ന് വായിക്കുന്ന നല്ലത്. മിക്കവരും അങ്ങനെ മഹാകുടുംബം. സ്റ്റേജൊക്കെ നമ്മളെല്ലാം പറയും വ്യർത്ഥവും അതവിടെ നിൽക്കുമ്പോഴല്ലേ. ആയിക്കോട്ടെ, എന്തായാലും ഒരു കാര്യം പറയാം. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ഒരു വലിയ ബൃഹത്തായ മഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരായി നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബം ഉന്നത കുടുംബമായിരിക്കും, മഹാകുടുംബമായിരിക്കും, വലിയ കുടുംബമായിരിക്കും. ഞാൻ എതിർക്കുന്നില്ല, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ആ ദൈവം തന്നെ തെരഞ്ഞെടുത്തു. നമ്മളെ നാട്ടിലൊക്കെ ചിലരോട് സുവിശേഷം പറയുമ്പം അവർ പറയും, പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സത്യമാണ്, പക്ഷെ നമ്മൾ കുടുംബക്കാരെയും കൂടെ ഒന്ന് അങ്ങനൊന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി വരാനൊന്ന് അവിടെ നിന്ന് വന്നില്ലേ? അവിടെ നിന്ന് ഇറങ്ങി വന്നില്ലേ? അത്രോ ഇല്ലല്ലോ നമ്മുടെ കുടുംബം. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. കർത്താവ് അതെല്ലാം വിട്ടിങ്ങോട്ട് വന്നില്ലേ? അപ്പൊ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. ചില കുടുംബത്തിന്റെ മഹിമയൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മളും അങ്ങ് കേട്ടിരിക്കും, അതിശോക്തി കലർന്ന് ചിലര് പറയും. ആയിക്കോട്ടെ, സ്തോത്രം. പക്ഷെ ആ മഹാകുടുംബത്തിൽ നിന്ന് ഒരുവനെ ദൈവം വിളിച്ചു. നിന്റെ കുടുംബത്തിൽ ഉന്നതന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും നിപുണന്മാരും കഴിവുള്ളവരും ഒക്കെ കാണും, പക്ഷെ അവർക്ക് ആർക്കും ലഭിക്കാത്ത പദവിയാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഓർത്തോർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ചിലരിത് സങ്കടകരമായിട്ടാണ് പറയുന്നത്. നാട്ടിലൊക്കെ ചിലർ പറയും, പക്ഷേ ഈ ദേശത്തല്ല ഞങ്ങളുടെ വീട്ടുകാർ ആ റോഡിന്റെ 2 സൈഡും എല്ലാം അമേരിക്കക്കാരും ഗൾഫുകാരും പ്രേക്ഷക്കാരും ലണ്ടൻകാരും എല്ലാം ബിസിനസ്സുകാരും എഞ്ചിനീയേഴ്സും പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ മാത്രമോ ദൈവം വിളിച്ചുകൊണ്ട് ഈ വിവരക്കേട് വിളിച്ച് പറയാതിരിക്കണ്ടേ? എടാ, നീ സന്തോഷത്തോടെ പറയണം, പാസ്റ്റർ ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിലും പക്ഷെ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അങ്ങനാ പറയുന്നത്, അല്ലാതെ എന്നെ മാത്രമോ. നിന്റെ കൂടെ ഒരു പൂഞ്ഞാൻ പോലും വരികയല്ല. സന്തോഷത്തോടെ പറയണം, എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ ഒന്ന് അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. 2, അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ 2 വശമായി പറയുന്നത്. അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ജാതി കൽദയ ജാതിയാ. കൽദയ ജാതി, അബ്രഹാമിന്റെ ജാതി കൽദയ ജാതിയാ. കൽദയ ജാതി ഭയങ്കര ഉഗ്രന്മാരാണ്. നിങ്ങളാണ് ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കൽദയ ജാതികളുടെ ഒരു വിശേഷത ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ച് ഹബക്കൂക്ക് 1:6. അറിവുള്ള വാക്യമാ, വായിച്ച്. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അപ്പൊ കൽദയ ജാതിയുടെ ഒരു ക്വാളിറ്റി ഉഗ്രതയും വേഗതയും, അല്ലാതെ ചത്ത ജാതിയെന്നും പറഞ്ഞ് കിടക്കുകയല്ല. ഉഗ്രതയും വേഗതയുള്ള ജാതി, ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അടുത്ത വാക്യം, എവിടെയെങ്കിലും ചടഞ്ഞും കൂടി ഇരിക്കുകയല്ല, ഭൂമണ്ഡലത്തിൽ നിങ്ങളെ സഞ്ചരിക്കുന്നവരാ. അങ്ങോട്ടിട്ടാ അങ്ങോട്ട് ഇങ്ങോട്ടിട്ടാ അവന് വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്തത്, അയ്യോ, അവർ ഘോരവും ഭയങ്കരമായുള്ളവർ, പിന്നെ
അവരൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അതാ അതിന്റെ അർത്ഥം. അവര് പറഞ്ഞാൽ അങ്ങനെ, അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ ആ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് കൽദയ ജാതികളുടെ ക്വാളിറ്റിയാണ്. അപ്പൊ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. ഒന്ന്, വലിയൊരു കുടുംബം. രണ്ട്, ജാതിയിൽ നല്ല കനമുള്ളവരാണ്. സ്തോത്രം. മാത്രമല്ല അബ്രഹാമിന്റെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം ഈ മെസപ്പൊട്ടോമിയ എന്നാ ദൈവം വിളിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചെന്ന് പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. വായിച്ചേ സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവത്തിന് പ്രത്യക്ഷനായി. അപ്പോൾ അബ്രഹാം മെസപ്പൊട്ടോമിയക്കാരൻ. ലോക സംസ്കാരത്തിൽ നമ്പർ 1 മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയയിലുള്ളവനെ ആ ദൈവം തെരഞ്ഞെടുത്തത്. സ്തോത്രം. മാത്രമല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന് 4 പഠിക്കുമ്പോൾ 3 ബാലകന്മാരെ രാജസന്തതിയിലും കുലീനതയിൽപ്പെട്ടവരെ തെരഞ്ഞെടുത്ത് പറഞ്ഞു കൽദയരുടെ ഭാഷയും വിദ്യ അഭ്യസിപ്പിക്കാൻ. അങ്ങനെ കൽദയരുടെ ഭാഷയും വിദ്യയും അത് പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ അനുഭവത്തിൽ നിന്നാണ് ദൈവം തെരഞ്ഞെടുത്തത്. മറക്കരുത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മറക്കരുത്. ആരും നിന്നെ അറിയാതിരുന്നപ്പോൾ, കാണാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ ഉന്നതന്മാരും മിടുക്കന്മാരും ഒക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം. പക്ഷെ അവർക്ക് ആർക്കും ലഭിക്കാത്ത ആത്മീയ സന്തോഷമാണ് ദൈവം തന്നിരിക്കുന്നത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ദീർഘമാക്കുന്നില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ ഇത് പറയും. ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും. സ്തോത്രം. ഞാൻ ചിലപ്പോൾ ഓർമ്മ, ഞാൻ ഈ മാർഗത്ത് വന്നില്ലായിരുന്നു എന്നാ ചെയ്തേനെ. നിങ്ങൾക്ക് എന്തെങ്കിലും പോകാൻ വഴിയൊക്കെ ഉണ്ട്? ഒരു പോകാൻ വഴിയില്ലായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. ദൈവം തെരഞ്ഞെടുത്തു. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ടതാ ഭാഗ്യം. മറ്റൊരുത്തരനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? ആ എഫെസ്യരെ എടുത്ത് വായിച്ചല്ലോ, ഞാൻ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16 ഒരു വാക്യമുണ്ട്. നമുക്കെല്ലാം മനഃപ്പാഠമായ വാക്യമാ. ഒന്ന് വായിച്ചോ, 15-16. ഞാൻ നിങ്ങളെ അപ്പൊ അതിനെ തെരഞ്ഞെടുത്തത്. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നമ്മളാരും ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല. ഇരിപ്പ് കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും. ദൈവം ഗതികേട് പിടിച്ച് കിടക്കുകയായിരുന്നു. നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്ത് വെച്ച് ദൈവത്തോട് പറഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്ത് ഇവിടെ ഇരുന്നോണം. അല്ല, ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തത് പോലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ഈ ദൈവം തെരഞ്ഞെടുത്ത എന്തിനാ? അതുകൂടെ പറഞ്ഞാൽ ഭാഗം വിട്ടേക്കാം. എന്തിനാ ദൈവം അവിടെ എഴുതിയിരിക്കുന്നത്? എന്തിനാ തെരഞ്ഞെടുത്തേക്കുന്നേ? ഉറക്കെ പറ. ഫലം കായ്ക്കണം, അതിനാ തെരഞ്ഞെടുത്ത്. എത്ര കൊല്ലമായി തെരഞ്ഞെടുത്തിട്ട്? ചില പറയും പക്ഷേ 35 കൊല്ലമായി. എത്ര കൊല്ലമായി? 50 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുത്ത്. എത്ര കൊല്ലമായി? ഞാൻ ജനിച്ചതേ ഇതിനകത്താണ്. എത്രയായി? 7 കൊല്ലം കഴിഞ്ഞു. കണക്കൊക്കെ നമ്മൾ പറയുമല്ലോ. നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ഈ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫലം കായ്ക്കാനാണ്. അതിനാ തെരഞ്ഞെടുത്തത്. നേരത്തെ ഫലമൊന്നുമില്ലായിരുന്നു. ഒരു ഫലവും ഉണ്ടായിരുന്നു. നേരത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ. ഇപ്പോഴത്തതും അധികം പറയാതിരിക്കുന്നതാ. പിന്നല്ലേ നേരത്തെ കാര്യം. അല്ല, നേരത്തെ എങ്ങനെയായിരുന്നു? ഞാനും നിങ്ങളും. 1-2 വാക്യം വായിക്കാമോ? ഏതായാലും ചുമ്മാ ഇരിക്കോ, വായിക്കും.
ഞാൻ മാറ്റി വന്ന് പറയാം, നിങ്ങളുടെ അടുത്ത് വെക്കുക. നേരത്തെ എങ്ങനെ ആയിരുന്നെന്നാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2, 3, 4, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ കീഴ്പോട്ട്, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, തീത്തോസ് 3:3, പത്രോസിന്റെ 1-ാം ലേഖനം 4:2 മുതൽ താഴോട്ട്. ബാക്കി ഞാൻ പിന്നെ പറയാം. വായിക്കും. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ നേരത്തെ എങ്ങനെ ആയിരുന്നെന്നാ? ഫലവുമില്ലായിരുന്നു, ഗുണവുമില്ലായിരുന്നു, മണവുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവരിക്കെ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആനുപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെട്ടു. കൊച്ച് ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാവരും കേട്ടില്ല. വായിച്ചു കൊടുക്കും. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പഠനങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാനിതെല്ലാം വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ നാളത്തെ യോഗത്തിനും ചിലർ വരികയല്ല, തിങ്കളാഴ്ച ഒട്ടും കാണുകയല്ല. കണ്ടെണ്ണമെങ്കിലും വന്നിരിക്കണ്ടായോ? എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, എന്തുവാ? സത്യദൈവത്തെ അറിയാതെ. നമ്മൾ ഇത് വരുന്നതിന് മുന്നേ ഒക്കെ ദൈവത്തെ വിളിക്കുന്നവരാ. പള്ളിയിൽ പോയും അമ്പലത്തിൽ പോയും മറ്റു മോസ്കിൽ പോയും ഒക്കെ ദൈവത്തെയാണ് വിളിക്കുന്നത്. അമ്പലത്തിൽ ചെന്നിട്ട് ദൈവത്തെയല്ലേ വിളിക്കുന്നത്? എൻ്റെ ദൈവമേ, അങ്ങനെ ഞാനും പോയപ്പോൾ അങ്ങനെ ദൈവത്തെയാണ് വിളിക്കുന്നത്. മലയ്ക്ക് പോകുന്ന സഹോദരന്മാരുടെ ദൈവത്തെയാണ് വിളിക്കുന്നത്. നാമം ജപിച്ചിട്ടുണ്ട് ഞാനും. അപ്പൊ ഒരു വരി ഇങ്ങനുണ്ട്: അയ്യനെ നിനച്ചെന്നു വസിച്ചുടൻ പയ്യനേരം പുലരും ദശാന്തരെ ചൊവ്വിനോടെ തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ളോരയ്യപ്പ വാദിമ വിളിച്ചിട്ടുണ്ട്. ദൈവത്തെ വിളിച്ചായി പോകുന്നു. പള്ളിയിൽ പോകുന്ന മാന്യ സഹോദരന്മാർ അവരും ദൈവത്തെ വിളിക്കുന്നത്. പള്ളിയിൽ ചെന്നിട്ട് എന്റെ വിശാച എന്നാണോ പറയുന്നത്? അല്ല, ദൈവത്തെ വിളിക്കുന്നത്. കുരിശിലൊക്കെ എന്റെ വിശാച എന്നാ പറഞ്ഞാണോ? അല്ലല്ല, ദൈവത്തെ വിളിക്കുക. മോസ്കിൽ പോകുന്നവരുണ്ട്, അവരും ദൈവത്തെയാണ് വിളിക്കുന്നത്. ചൂടും രീതിയും വേറെയാണോ ഉള്ളൂ, ദൈവത്തെ അവർ വിളിക്കുന്നത്. നമ്മളും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, സത്യദൈവം ഏതാണെന്ന് അറിഞ്ഞതിനകത്ത് വന്ന യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് നിത്യദൈവം, യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. ആ വെളിപ്പാട് നമുക്ക് കിട്ടി. പൗലോസ് പറഞ്ഞിരിക്കുന്ന പദം ഇങ്ങനെ: മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. തോമാസ് ഒരിക്കൽ പറഞ്ഞു, എന്റെ ദൈവവും കർത്താവുമായുള്ളൂ. അത് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ നേരത്തെ ഇത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെക്കാൾ ഇപ്പൊ ശക്തിയും കഴിവുള്ളവരെ എല്ലാം ദൈവമാണെന്ന് നമ്മൾ ധരിച്ചു. കോട്ടയത്തുണ്ടായിരുന്ന ദൈവം തങ്ക, അല്ലെങ്കിൽ ഇച്ചിരി കഴിവുണ്ടാവും. അപ്പം പുള്ളിക്കാരി അങ്ങ് ദൈവമാകും. ദൈവം തങ്ക. അവിടെ കൂരപ്പടയ്ക്ക് അപ്പുറം കണ്ടത് ശാന്തമ്മ ദൈവം. ശാന്തമ്മ എന്നായിരുന്നു പേര്. ഞങ്ങൾ ദൈവമായിട്ടിരിക്കുക. അതെ, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. മത്തായി ദൈവം, തോമാ ദൈവം, എവിടാന്നൊന്നും ചോദിക്കരുത്. ബാബു ദൈവം. തെളിച്ചൊന്നും പറയരുത്, തല്ലുകൊള്ളും. സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. അവിടുന്ന് സർവജ്ഞാനിയാണ്, സർവശക്തനാ, സർവവ്യാപിയാ, സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തെ നിയന്ത്രിക്കുന്നവനാ, സർവത്തിന്റെ വലിയ അധികാരമുള്ളവനാ. അതാ ദൈവം. ആ ദൈവമായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കുക. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തെ അറിയുവാൻ ഭാഗ്യമുണ്ടായി മാത്രമാണോ ദൈവം നിന്നെ അറിയുന്നെന്ന്.
മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്ന ദൈവമുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഭാര്യ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. അപ്പൊ ഇങ്ങനെയുള്ളവരോട് പൗലോസ് പറയാം, പിന്നെ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വരിക. നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് നിങ്ങൾ ഇനിയും പോകരുത്. എന്നിട്ട് പറയാം, നിങ്ങളിപ്പം ദിവസവും മാസവും കാലവും ആണ്ടും ഒക്കെ നിങ്ങൾ അത് പാടില്ല. ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കണ്ട. അന്നേ ദിവസം വേണേൽ കുഞ്ഞിൻ്റെ തലയിലോ ഒക്കെ കൈവച്ചെന്ന് വേണേ ഒരു പ്രാർത്ഥന അങ്ങ് നടത്താം. അല്ലാതെ കേക്ക് മുറിച്ച് ബലൂണും വേർപ്പിച്ച് മെഴുകുതിരി ഊതി കത്തിച്ച് എല്ലാം കൂടെ മേശയ്ക്ക് ചുറ്റുന്ന കൈയൊക്കെ അടിച്ച് മതി എന്തിനാ ഇനി അധികം? കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, പറഞ്ഞു കൊടുക്കണം. വേദപുസ്തകത്തിൽ 2 പേര് ബർത്ത്ഡേ ആഘോഷിച്ച് 2 തല പോയി. ഹെരോദാവിന്റെ ബർത്ത്ഡേ ആണെന്ന യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി. അന്ന് ബർത്ത്ഡേക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തി. അവള് ദിന്തലികട വെച്ച് വന്നു. അവള് നല്ല ചൂട് വെച്ച് വന്നപ്പോൾ പുള്ളി അടിച്ച് കിറിഞ്ഞിരിക്കുന്നു. ബർത്ത്ഡേക്കാണല്ലോ, കാരണം എല്ലാവർക്കും അങ്ങ് അജീർണതയാണ്. പ്ലെയിനിൽ കയറുമ്പോഴും അജീർണതയുള്ളവരുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഞാൻ ഒരാളെ കണ്ടു. സ്തോത്രം. പുള്ളി അടിച്ച് കിറങ്ങിയിരുന്നപ്പോളേ ഇവളെ ചുവട് വെച്ച് വന്നപ്പോൾ പറഞ്ഞു, ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. അവിടെ വന്ന് വെയിറ്റ് ചെയ്യും. മമ്മിയോട് ചോദിച്ചു വരണം. മമ്മി പറഞ്ഞാണ്ട് തലയെടുക്കാൻ പറയാൻ പറഞ്ഞു. അത് ബർത്ത്ഡേ അന്നാ പോയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഫറവോന്റെ ജന്മദിനം അങ്ങനെ എഴുതിയേക്കുന്നത്. അന്ന് അപ്പക്കാര പ്രമാണികളുടെ പിന്നെ ദാനിയേൽ 5 പഠിച്ചാൽ ചരിത്രം പഠിക്കുന്നവർ പറഞ്ഞത് എല്ലാത്തിനും കൂടെ ദിവസവും കൂടെ ചേർന്ന മഹത്തുക്കളിൽ 1000 പേർക്ക് പിന്നെ അതും ബർത്ത്ഡേ പാർട്ടിയാണ്. ദൈവാലയം പൊൻവള്ളി പാത്രം എല്ലാം കൂടി ഇവന്റെ അപ്പം കൊണ്ടുവന്നതെല്ലാം കൂടെ ശിനാരദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് ഇവനെ അടിച്ച് കിറങ്ങിയപ്പം പറഞ്ഞ അതെല്ലാം കൂടെ എടുക്കാൻ ദൈവാലയം വിശുദ്ധ പാത്രം അതെല്ലാം കൂടെ എടുപ്പിച്ച് അതിനകത്ത് മദ്യം ഒഴിച്ച് മധുരാക്ഷിയും മദ്യവുമായിട്ട് ആഘോഷിച്ച് ഇവനിങ്ങനെ നല്ല പരുവത്തിന് അങ്ങോട്ട് വന്നപ്പോൾ തമ്പുരാ ഭിത്തിയിലൊരു എഴുത്തൊക്കെ അങ്ങോട്ട് എഴുതി. അന്ന് രാത്രി ഇവ തട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോട് പറയാം, നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കരുത്. എല്ലാരും എടുക്കപ്പെട്ടതാണോ? അനക്കോ ഒന്നുമില്ല. സ്തോത്രം. അനേകം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ ദൈവം നിനക്ക് തലമുറയെ തന്നു. ഒരു വയസ്സ് ദൈവം കൊടുത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആ കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഒക്കെല്ലെങ്കിൽ ദൈവദാസനെയും ദൈവമക്കളെയും വിളിച്ചൊരു യോഗം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതൊരനുഗ്രഹമാണ്. അല്ലാതെ ബലൂണും വീർപ്പിച്ച് കേക്ക് മുറിച്ച് കേക്ക് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് മെഴുകുതിരിയും കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ, ഇംഗ്ലീഷ് അറിയാമല്ലോ എങ്ങനെ? സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെടും. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നത് അത് തെറ്റാണ്. വന്നിപ്പം വെഡിങ് ആനിവേഴ്സറി, വെഡിങ് നിങ്ങൾ എന്നാ ഈ ശൂലയങ്കാരിയെ നോക്കിയതുപോലെ എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നത് അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നോടൊരിക്കലും ഒരാൾ ചോദിച്ചു, അമേരിക്ക പോകുമ്പോൾ ഇതൊക്കെ പറയൂ. പിന്നെ ആരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. ബൈബിൾ ഞാൻ രാജ്യത്തിന് വ്യത്യാസമുണ്ട്, ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്, ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്, ജീവിത ശൈലികൾക്ക് വ്യത്യാസമുണ്ട്. ഇതിനൊരു വ്യത്യാസവുമില്ല. ഇപ്പൊ ഇവിടെ സന്ധ്യയാകുന്നു, നാട്ടിലെ രാവിലെ ആകുന്നു, അത് വ്യത്യാസമുണ്ട്. ഉണ്ട് ഉണ്ട്, ഇതിന് വ്യത്യാസമുണ്ട്. അല്ല, ഒരു സൂര്യനല്ലേ ഉള്ളൂ. അതോ ഇന്ത്യയിൽ ഒരു സൂര്യൻ, അമേരിക്ക വേറൊരു സൂര്യൻ, 2 സൂര്യനുണ്ടോ?
എന്തേലും പറ. Stotram, stotram. Praise the Lord Jesus. രണ്ട് ചന്ദ്രൻ എന്നോ താടിക്കുന്നതായി സങ്കടപ്പെട്ടിരിക്കുന്നതായി. ഞാനിങ്ങനെയൊക്കെയാ പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. Stotram, stotram. ഓരോരുത്തർ ദൈവം വലിയ ചെയ്ത് പുള്ളി ദൈവം അങ്ങനെ വേണം ദൈവത്തിന് മാത്രം. കുഴപ്പമില്ലല്ലോ. ഇത് പറയാനർത്ഥം വേണ്ടേ? Stotram. Hallelujah. വരുന്നവരെല്ലാം വന്ന് സൂചിപ്പിച്ചേച്ച് നിങ്ങളെല്ലാം കൂടെ തുള്ളിച്ച് ചാടിച്ചേച്ച് Amen. Stotram. സാന്നിധ്യവാദം പറഞ്ഞ് ചുണ്ടയിട്ടാലോ. Amen. Stotram. എടാ ഇവിടുത്തെ നല്ല ജീവിതം നിത്യതയിലെത്തുന്നത് ആവശ്യം. Glory to God. ഇവിടുത്തെ കുറച്ച് കാലത്ത് മനുഷ്യജീവിതം രണ്ട് വിഷയത്തിൽ അധിഷ്ഠിതം. ഒന്ന് ക്ഷണികത, രണ്ട് നിത്യത. ക്ഷണികത ഇവിടുത്തെ ജീവിതം. അത് 70 ഏറെയായ 80 എന്നൊരു പ്രയോഗം നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന നമ്മുടെ കാര്യമാണ്. നമ്മുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. ആൾക്കാർ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോഴെന്താ ദൈവം പറഞ്ഞ ടൈം കഴിഞ്ഞിരിക്കുക. അതിനാ 85 അതിനാ 80 ആണല്ലോ. നമ്മുടെ കാര്യമൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അത് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത ഇസ്രായേലിന്റെ ചരിത്രമാണ് പറഞ്ഞേക്കുന്നത്. 70 ഏറെയായ, അല്ലാതെ പുതിയ നിയമ വിശ്വാസികളുടെയോ ദൈവമക്കളുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരുടെ കണക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം 20 വയസ്സിന് മുകളിലോട്ട് എണ്ണം എടുത്ത് ഒരെണ്ണം 80 കഴിഞ്ഞ തുറന്ന അവിടെ ചെന്നില്ല, 2 എണ്ണോ ചെന്നോളൂ. അവരുടെ കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നീ 70 ആകുന്നുണ്ട്, പക്ഷേ 70 ആകുന്നു ദൈവം പറഞ്ഞ ചുമ്മാ പൊട്ടത്തരം പറഞ്ഞിരിക്കാതെ നമ്മുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. കാരണം തെളിയിക്കാം, ഇപ്പൊ തെളിയിക്കാം. ഒരു ഒറ്റ കാര്യം, ഇതാരാ പറഞ്ഞത്? ഈ 70 ഏറെയായ മോശ ഇത് പറയുമ്പോൾ മോശക്ക് എത്ര വയസ്സുണ്ട്? 120 ആകുന്നു. അപ്പൊ ഇതിനകത്ത് തന്നെ കുഴഞ്ഞില്ലേ? കാലേവിന് 85 ഉണ്ടായിരുന്നല്ലോ. 85 പറഞ്ഞു ഞാനിപ്പോഴും വെട്ടാന്ന് പറഞ്ഞു. ഇപ്പോഴും വെട്ടാണ്. അല്ല ഈ വാക്യം വെച്ചാൽ പുള്ളി 5 പിന്നെ കുഴഞ്ഞല്ലോ. പുള്ളി പറഞ്ഞ എനിക്കൊന്നും വിഷയമല്ല. അല്ല കണ്ണ എന്ന പ്രവാചകി ലൂക്കോസിലുണ്ടല്ലോ, 100 ചിലവാനുണ്ട്. പുതിയ നിയമത്തിൽ പോയി. യോഹന്നാനൊക്കെ ഏറെ വർഷം ജീവിച്ചും മരിച്ചെന്ന യോഹന്നാൻ അപ്പോസ്തലനെ. പിന്നെ എന്തായാലും കൊള്ളാം. ദൈവത്തിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പം ഒരു ദിവസം ജീവിച്ചില്ല. ആര്? ആരും ജീവിച്ചില്ല. ദൈവത്തിന്റെ കടികാരവും ദൈവത്തിന്റെ കണക്ക് വെച്ച് നോക്കും. ഒത്തിരി നാൾ ഇവിടെ ജീവിക്കുന്ന നല്ല വിഷയം. നീ ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം ഹാനോക്ക് എത്ര കൊല്ലം ജീവിച്ചു? ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഹാനോക്ക് എത്ര കൊല്ലം ജീവിച്ചെന്ന് ഉറക്കെ അങ്ങ് പറ. ഉറക്കെ പറ, കേൾക്കാൻ മേല. 365. അതിൽ 365 300 കൊല്ലം ദൈവത്തോട് കൂടെ വേണം. അതിലെ ഏറ്റവും വലിയ ഭാഗ്യം. 300 കൊല്ലം. പുള്ളിയുടെ അപ്പനും പുള്ളിയുടെ മോനും ഒത്തിരി കൊല്ലം ജീവിച്ചു. ഹാനോക്കിന്റെ അപ്പന് സ്തോത്രം. തന്റെ മകൻ മെഥൂശലേഖ് ഏറ്റവും കൂടുതൽ വർഷം മെഥൂശലേഖ് 969. തന്റെ അപ്പൻ എനിക്ക് തോന്നുന്നു 962 തോന്നുന്നു. അങ്ങനെ ഒന്ന് വായിച്ചേ. യാരേദ് 962, അപ്പൻ. മകൻ 969. ഇതിനിടയ്ക്കായി ചെറുക്കൻ 365. ഞാനും നിങ്ങൾ വരുന്ന പറയണ്ടേ ദൈവമേ, തന്തയ്ക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു കേട്ടോ, ആ ചെറുക്കൻ തന്നെയാണോ, എന്തെങ്കിലും കുഴപ്പം കാണും. കഷ്ടം. ഒരു ദീർഘശ്വാസവും അല്ല നമ്മളുണ്ടായിരുന്നില്ലേ? അഭിപ്രായമൊക്കെ നമ്മൾ തന്നവിടെ. അപ്പൻ ഒത്തിരി വർഷം അയ്യോ അപ്പൻ എനിക്ക് ചെയ്ത ആ ചെറുക്കൻ 962 വർഷം ദീർഘായുസായിരുന്നു കേട്ടോ. പുള്ളിയുടെ മോന് നല്ല ദീർഘായുസായിരുന്നു. 969. എന്നാ നമ്മൾ പറയാം പുള്ളിക്ക് എന്നെ അങ്ങനെ സംഭവിച്ചേ. എന്നാ നമ്മൾ പറയാം എന്തെങ്കിലും കുഴപ്പം കാണും.
365 കൊല്ലമേ ജീവിച്ചോളെങ്കിലും 300 കൊല്ലം ദൈവത്തോട് കൂടാ. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠം. നീ ഇവിടെ എത്ര കൊല്ലം ജീവിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ജീവിക്കുന്ന വർഷങ്ങളിൽ കൂടുതലും ദൈവത്തോടടുത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് ഏറെ ഇഷ്ടം. അവിടുത്തെ സന്നിധിക്ക് സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് നിന്ന് പ്രമോദമുണ്ടെന്ന്. മനുഷ്യജീവന ഹ്രസ്വമാണ്. 4 വിരൽ നീളം, ചാഞ്ഞു പോകുന്ന നെല്ല് പോലെ, പുരപ്പുറത്ത് പുല്ല് പോലെ, നിലത്തൊടിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ. ഞാൻ എത്ര ക്ഷണികനെന്ന് അതൊക്കെ അറിയണ്ടേ? ഡമ്പോടുവാണീടും ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം, എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അതു മറക്കാതെ. നമ്മുടെ ജീവിതത്തെ പറ്റി പഠിക്കണം. ക്ഷണിക്കവാൻ ജീവിതമാണ്. അത് കൂടുതൽ ദൈവത്തോടു കൂടായിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിൽക്കണം, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഓടിച്ചങ്ങ് ഭാഗം ഒന്ന് വിടുക, ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടുക, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്തിനാ നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തത്? ഫലം കായ്ക്കണം. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഇങ്ങനെയുള്ള ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അധിഷ്ഠിതരായി ജീവിച്ചവരാ. ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകളെ ഇതെല്ലാം പ്രമാണിക്കുക. ഇപ്പോഴുണ്ടല്ലോ പെന്തിക്കോസുകാരും ഉണ്ട്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി. അപ്പച്ചന് 70 അമ്മച്ചിക്ക് 60. 2 പേര് 2 കസേരയിലിരുത്തി പിള്ളേര് മക്കള്. ഇപ്പൊ കാശുമൊക്കെ ആയി, പഴയ ഗതികേടല്ല മാറി, പരുവക്കാടെല്ലാം പോയി. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറയുന്ന ഭാഷയാ കാക്കപ്പുള്ളല്ല കാക്കക്കേട് മാറി. ഇപ്പൊ 10 പുത്തനായി, ചുറ്റുപാടായി. ഇപ്പൊ ഒരു കേക്കും ഒക്കെ മേടിക്കാൻ കാശുമൊക്കെ. പണ്ട് കേക്ക് കഴിക്കണമെങ്കിൽ വലിയ പീസൊന്നും കിട്ടുകയല്ല. ഇപ്പൊ കാശുമൊക്കെ ആയി, ഏത് ടൈപ്പ് കേക്ക് വേണേലും. പിന്നെ അല്ല, പെന്തിക്കോസുകാർ ഇപ്പൊ അങ്ങനായി. പണ്ടത്തെ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് കേക്ക് മുറിയൊന്നും ഇല്ലായിരുന്നു. എവിടുന്ന കേക്ക്? ഒന്നും കേൾക്കുന്നില്ലല്ലോ, പിന്നല്ലേ കേക്ക് മുറി. ഇപ്പൊ കേക്ക് 8 നില കേക്ക്, 10 നില കേക്ക് വെച്ച് മാസ്റ്റർമാർ ഇപ്പൊ ഓളം വിട്ട് കൊടുക്കുക. ഇപ്പോൾ അതുപോലെ കേക്ക് കൊടുക്കുക. കാരണം പുള്ളിക്ക് പണ്ട് കട്ട് ചെയ്യാൻ ഒത്തില്ല, അതിന്റെ ഭേദമുണ്ട്. പുള്ളി വെള്ളം നിൽക്കുക. മനസ്സിലാക്കിയാണോ അതോ നാളെ യോഗത്തിന് വരുമോ? അല്ല, പഴയ ആ ഗതികാരെല്ലാം പോയത്. ഒത്തിരി ആഘോഷങ്ങളായില്ലേ ഇപ്പൊ. അവിടെ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. വേർപാട് പാലിക്കണം, വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, ഇത് നേരത്തെ ജീവിതമാണ്. അത് പാടില്ല. ഇനി വ്യാഖ്യാനിക്കുന്നില്ല. വായിച്ചോ, 5:8 വായിച്ചു. 5:8. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതേതായിരുന്നു? അപ്പൊ ഇതോ? നമ്മൾ മുമ്പിലത്തെ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നെന്ന് ഞാൻ നിങ്ങൾ ഈ കൃപയിലെടുത്തതിന് ഇരുട്ടായിരുന്നെന്ന്. ജീവിതം മുഴുവൻ അന്ധകാരമല്ല. ഇനി തീത്തോസ് 3:3 വായിച്ച. തീത്തോസ് 3:3. ഈർച്ചയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യത്തിലും. ഇതൊക്കെയാണ് നേരത്തെ.
ആ ജനത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജനത്തിൽ ചേർത്തിരിക്കും. ഞാൻ മനുഷ്യന്റെ മോഹങ്ങളൊക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ആ കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും ആ ആ വായിച്ചതും മതി, സമയമാകുന്നു. ഇതായിരുന്നു നേരത്തെ ജീവിതം. യാതൊരു ഗുണഗണങ്ങളും ഇല്ലായിരുന്നു. ഇനി എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ചോ, ഏതായാലും വായിക്കുകയല്ലയോ. നിങ്ങൾ എല്ലാവർക്കും ഞാൻ വാക്യം തരാം, വെപ്രാളപ്പെടാം. നീ അത് പറഞ്ഞൊരു ആലോചന വേണ്ട. ഇനി സഹോദരി വായിച്ചാട്ടെ. ചെങ്ങന്നൂര് വായിക്കും. പ്രകൃതി ജാതികളായിരുന്നു. ജഡത്തിൽ കഴിയാനുള്ള പരിശോധനയേറ്റ് പരിശോധനക്കാരെന്ന പേരുള്ളവരാൽ അടുത്തത് അഗ്രചർമ്മക്കാർ അഗ്രചർമ്മക്കാരൊക്കെ ആയിരുന്നത്. പിന്നെ അടുത്ത വാക്യം വായിച്ചോ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരരോട് സംബന്ധമില്ലാത്തവരും നിയമങ്ങൾക്ക് അന്യനും പ്രത്യാശയില്ലാത്തവരും ഒരു പ്രത്യാശയില്ല. എന്നാലും നേരത്തെ ജീവിതം, ആ ജീവിതത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തത്. ക്വാളിറ്റി നോക്കി തെരഞ്ഞെടുത്തതല്ല, ഗുണഗണം നോക്കി തെരഞ്ഞെടുത്തതല്ല. ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും ആ ഒരു സ്വപ്നം ആയിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. നേരത്തെ ജീവിതമായി വായിച്ച വായിച്ചതല്ല. എന്തിനാ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി അങ്ങ് നിർത്തിയേക്കാം. പിന്നെ ദൈവം എന്ന് വെച്ചാൽ ബാക്കി നാളെ പകലും തിങ്കളാഴ്ച വൈകിട്ടും. എന്നാലും തീരത്തില്ല. ശാന്തമായിട്ട് അടുക്കടുക്കായിട്ട് പറയുന്നതല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. പ്രസംഗിക്കുന്നത് മനസ്സിലാകാൻ ചില കേൾപ്പിക്കുകയില്ല, മനസ്സിലാക്കത്തുമില്ല. മനസ്സിലാകും. നമ്മൾ എങ്ങനെയുണ്ട്, പുള്ളി എന്തുവാ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അത് വലിയ അർത്ഥം. ഒരു വാക്യം അത് മനസ്സിലാകണം. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് എന്തിനാ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16 പറഞ്ഞ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. വായിച്ചേ 15-16. പെട്ടെന്ന് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. അത് മനസ്സിലായിക്കോണം. പിന്നെ നിങ്ങൾ ഫലം കായ്ക്കണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്തിനാ? വരങ്ങൾ പ്രദർശിപ്പിക്കാനല്ല, ഫലം കായ്ക്കാനാണ്. ഇന്ന് പെന്തിക്കോസിലെ ഞാൻ എന്നെ കൂടെ പ്രതിയാക്കാം, ഫലമില്ല, വരം നല്ലതുപോലുണ്ട്. പ്രവചനം, അന്യഭാഷ, വീര്യപ്രവൃത്തി, രോഗശാന്തി, തൊട്ട സൗഖ്യം, തെള്ളിത്താഴെ ഇടുന്നു, ഉരുട്ടിക്കൊണ്ട് നടക്കുന്നു, ഛർദ്ദിപ്പിക്കുന്നു, ഇപ്പൊ ചിരിക്കുന്നു. കൊച്ചുങ്ങളെല്ലാം നിന്ന് അങ്ങ് ചിരിക്കുകയെന്ന് എനിക്കറിയാം. ഈയിടെ ഒരാളെന്നെ കാണിച്ച് എനിക്കിതൊന്നും അറിയത്തില്ല. കസേരയിലിരിക്കുമ്പോൾ ഒരു ആത്മാവ് എന്തുവാണോ ഒരു കസേര ഇട്ടിരിക്കുക. ഓരോരോ ടൈപ്പാന്നേ. രോഗശാന്തി വരപ്രാപ്തന്മാര്, വരങ്ങളുണ്ട്. പ്രവചനമുണ്ട്. അച്ചായന് ജംബോജത്തെ കയറുന്നതായിട്ട് കാണുന്നത്. കൊച്ചുവള്ളത്തെ പോലും കയറിയിട്ടില്ല. ഇത് കേട്ടാ പുള്ളി തറയെ നിൽക്കുവോ? പിന്നെ അമ്മാമ്മ ഇമ്പാല കാറെ പായുന്നതായിട്ട് ആത്മാവ് റോഡിനടി കയറരുത്. അല്ല, വരങ്ങളുണ്ട്. നമ്മുടെ നോട്ടീസിലല്ലേ കൃപാവരം. അങ്ങനെ നോട്ടീസിൽ അങ്ങനെ വെക്കുന്നത് അല്ലേ? ഡിസംബർ 4, 5, 6, 7 തീയതികളിൽ ഉണർവ് യോഗം, കൺവെൻഷൻ, രോഗശാന്തി വരപ്രാപ്തന്മാര്, കൃപാവര. ഞാന് ഇന്ന് വരെ ഒരു നോട്ടീസ് കണ്ടിട്ടില്ല ആത്മഫലമുള്ള ആൾക്കാർ ശുശ്രൂഷിക്കുന്നു. എന്നേക്കാൾ പ്രായവും പക്വതയും പരിജ്ഞാനവും ജോലിച്ചാൽ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടോ? ഇനിയും കാണുമെന്ന് പ്രതീക്ഷ വല്ലതും ഉണ്ടോ? ചെറിയ പ്രതീക്ഷയുണ്ട്. ഒരു കാര്യം പറയാം പെന്തിക്കോസുകാരോടെ, വരമല്ല ഫലമാ കായ്ക്കേണ്ടത്. എല്ലായിടത്തും വരമുണ്ട്. കൃപാവരം. പെണ്ണുങ്ങളല്ല
വരക്കാരനെടുക്കും. പുള്ളി കൈ വെക്കുന്നതിന് മുന്നേ പുറകോട്ട് വീണു. അവൻ വെച്ചില്ല, വെക്കാൻ വരുന്നതേ ഉള്ളൂ. ഇല്ലേ? വരമല്ല വിഷയം, ഫലമാ വിഷയം. ഞാൻ പറഞ്ഞതല്ല, യേശു ഡയറക്റ്റ് പറഞ്ഞതാ. നിങ്ങൾ ഫലം കായ്ക്കാനാ. എന്തുവാ ഫലം? വായിച്ചങ്ങ് നിർത്ത്, അല്ലാതെ ഇപ്പൊ രക്ഷയില്ലല്ലോ. ഗലാത്യ ലേഖനം 5:22 മുതൽ അറിയാമല്ലോ എന്തിനാ ഇന്നിപ്പോ പറയാം. എന്നാലും വായിച്ചോ. ആ കാണാതെ പറഞ്ഞ പോത്തില്ലെന്ന് തോന്നുന്നു. ആ ആ ആ ആ ആ മതി ഒന്നുകൂടെ വായിച്ചു. മൈക്ക് ഇരുന്നിട്ടാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലം കായ്ക്കാനാണ് ഇവനെ തെരഞ്ഞെടുത്തത്. അല്ല, എല്ലാവർക്കും വരമുണ്ട് കേട്ടോ, ഫലമില്ല. നമ്മൾ പറയില്ലേ പുള്ളി വരമുള്ളയാണ്. എന്തോ വരം? പ്രവചനം. അയ്യോ, പച്ചലയും കത്രയും പോലെ. പച്ചലേ എന്റെ പുള്ളിയുടെ അന്യനുമായിട്ട് പുള്ളി മിണ്ടുന്നില്ലല്ലോ. പച്ചലയും കത്രയും മനസ്സിലാക്കാതെയാണോ? വരമല്ല വിഷയം, ഫലമാ വിഷയം. ആത്മാവിന്റെ ഫലം സ്നേഹം. 9 കൂട്ടം കാര്യമാ. ഒന്നേ തുടങ്ങുന്നതേ ഉള്ളൂ, ബാക്കി നാളെ മതി. കാരണം നാളെ ആള് വരുമെന്ന് തോന്നുന്നില്ല. പലരും ഉദ്ദേശിച്ചത് ഈ നയവാൻ ചെന്നതുപോലെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രമാണം എന്നെ കണ്ണുപുള്ളി എഴുന്നേറ്റ് വരും, രോഗമുള്ള ഭാഗത്ത് ആട്ടി നീട്ടി ആട്ടോ എന്ന് പറഞ്ഞ് അടിച്ച് ഞാൻ താഴെ വീണു. അങ്ങനെ പലരും ചിന്തിക്കുന്നതേ. വരമല്ല വിഷയം, ഫലമാ വിഷയം. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണണം. ഫലമില്ലാത്ത വരം ശരിയായ വരമല്ല. കേട്ടോ? ഫലമില്ലാത്ത വരം നല്ല വരമല്ല. ഫലമുള്ള വരമാ. വരം കുറവാണെങ്കിലും ഫലമുണ്ടെങ്കിൽ അതാ നല്ലത്. അതെ. ഫലമില്ല മരത്തിനെ വെട്ടുവാനോങ്ങിയ ക്രോധമാങ്കോടാലി തഞ്ചിരസിൽ. ഫലമില്ല മരത്തിനെ വെട്ടുവാനോങ്ങിയ ക്രോധമാങ്കോടാലി തഞ്ചിരസിൽ. അപ്പോൾ എന്നെ കേൾക്കുന്ന പാടാൻ നേരമില്ല. ഫലമായിരിക്കണം. ബഹുമാന്യരായ നിങ്ങളോട് പറയട്ടെ, വരം അധികമില്ലെങ്കിലും അന്യഭാഷയും ഭാഷകളുടെ വ്യാഖ്യാനവും പ്രവചനവും രോഗശാന്തി വീര്യപ്രവൃത്തി ഉണ്ടല്ലോ. ഒത്തിരി വരം ഒന്നുമില്ലെങ്കിലും ഫലമുണ്ടായി. ഈ യോഗങ്ങൾ അതിനോദകണം. നമ്മുടെ ജീവിതത്തിൽ ഈ വിധം ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ദൈവം അതിന് കൃപ നൽകട്ടെ. ഇന്ന് ഒരു 2 മിനിറ്റ് മുമ്പോട്ട് എടുത്തു. ക്ഷമിക്കുക. ദൈവം എന്ന് വെച്ചാൽ നാളെയും തിങ്കളാഴ്ച വൈകിട്ട് നമുക്ക് ശേഷമുള്ള ഭാഗം നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. വന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഇങ്ങനെ അവസരം നമുക്ക് ലഭിക്കുന്നില്ല. ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ച് നമുക്ക് കർത്താവിനെ സേവിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആത്മാവിശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ ഓ ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ ഓ എല്ലാം ഓ എല്ലാം
ഒട്ടുമിക്ക ആൾക്കാർക്കും അവധിയും കൂടാണല്ലോ, അതുകൊണ്ട് അവർ 5 മിനിറ്റ് മുമ്പോട്ട് പോയത്. നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. ചില പ്രിയപ്പെട്ടവരെ ഞാനാണെന്ന് അറിഞ്ഞ് കാണാനും കൂടെ വന്നത് പരിചയപ്പെട്ടു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വന്നതിന് സന്തോഷം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ പകലും തിങ്കളാഴ്ച വൈകിട്ടും നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞിട്ടില്ല, ഒക്കുന്നെങ്കിൽ വാ, നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മ കൂടാം. ദൈവം നിങ്ങളെ